ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജാത്ത ചെർക്കള. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ കാണാം. അറേബ്യൻ ഗൾഫിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആധുനികവും പൈതൃകവും ഒത്തുചേർന്ന രാജ്യം ഖത്തറിലെ കാഴ്ചകളാണ് ഇന്ന് എൻ്റെ വീഡിയോയിലുള്ളത്. എൻ്റെ മൂത്ത മോൻ ഖത്തറിലുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഖത്തറിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ ഭാഗങ്ങളും ഇല്ല, ഖത്തറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പോയ സ്ഥലങ്ങളിലേക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. രാത്രിയിലെ കാഴ്ചകളാണ് അവിടെ മനോഹരമായിട്ടുള്ളത്. എൻ്റെ മോൻ ഖത്തറിലാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴും വരാറുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാറില്ല. ഇത്തവണ ഞാൻ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ മോൻ്റെ ഡ്രോയിങ് റൂമാണ്. അവൻ ധാരാളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള സൊവനീഴ്സ്, മാഗ്നറ്റ്സ്, അതുപോലെയുള്ള സാധനമൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. ഈ ഫോട്ടോ കണ്ടോ? ഇത് ഞങ്ങൾ ഒന്നിച്ച് കെനിയ പോയപ്പോൾ മോനെടുത്ത ഫോട്ടോ ആണ്. അത് ഫ്രെയിം ചെയ്തിരിക്കുന്നതാണത്. അപ്പോൾ ഈ ഡ്രോയിങ് റൂമിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. കെനിയ, ചൈന, സിംഗപ്പൂർ, മലേഷ്യ, സ്കാൻഡിനേവിയ, മൊറോക്കോ, കുറേ രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അവിടുത്തെ എല്ലാം അട്രാക്റ്റീവായിട്ടുള്ള ഷോപ്പീസുകളൊക്കെയാണ് ഈ കാണുന്നത്. ധാരാളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവിടുത്തെ ധാരാളം സൊവനീഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ക്രിസ്റ്റൽസ്, പിന്നെ ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള ഷോട്ട് ഗ്ലാസ്, കപ്പ്, പ്ലേറ്റിനകത്ത് ഉള്ളതൊക്കെ ഉണ്ടല്ലോ ആ രാജ്യങ്ങളിലൊക്കെ ഉള്ള, അതെല്ലാം മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് ടർക്കി പോയിരുന്നു, പിന്നെ സെർബിയ, അങ്ങനെ എല്ലാ പോയ നാടുകളിലെല്ലാം കളക്ഷൻസാണിത്. ഞങ്ങൾ ഒന്നിച്ച് പിന്നെ അമേരിക്കയിലും പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോളുടെ അടുത്ത് നോർത്ത് കാരോലീനയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലും അവനുണ്ട്. അവിടെ പോയിട്ട് സ്മോക്കി മൗണ്ടനൊക്കെ പോയിരുന്നല്ലോ. ധാരാളം മാഗ്നറ്റ്സ് ഉണ്ട്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ സൽവാർ റോഡിൽ കൂടെ കുറേ ദൂരം പോയി. സൽവാർ റോഡ് പോകുന്നത് സൗദിയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മെക്കനസിൽ കൂടിയാണ്. മെക്കനസിലാണ് കോവിഡ് കാലത്ത് ക്വാറൻറ്റൈൻ സെൻറ്റർ ഉണ്ടായിരുന്നത്. കോവിഡിൻ്റെ കഠിനമായ കാലഘട്ടത്തിൽ ലോകം മുഴുവനും ഒരേ ഭയത്തിലും അനിശ്ചിതത്വത്തിലും മുങ്ങിയിരുന്നപ്പോഴാണ് ഖത്തറിലെ മെക്കാനീസിലെ അക്കോമഡേഷൻ നിരവധി പ്രവാസികൾക്ക് അഭയമായി മാറിയത്. 25,000 ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യം ഉണ്ടായിരുന്നു. ഭക്ഷണം, മരുന്ന്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ തൊഴിലാളികൾക്കുള്ള അക്കോമഡേഷനാണ് ഉള്ളത്. പകലുള്ള കാഴ്ചകളിലും കൂടുതൽ രാത്രിയിലെ കാഴ്ചകളാണ് മനോഹരം. ഫിഫ വേൾഡ് കപ്പ് 2022 നടത്തിയത് മൂലം ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചെറിയ രാജ്യമാണ് ഖത്തർ. രാത്രികളിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഖത്തർ കാണാൻ വളരെ മനോഹരമാണ്. ഞാൻ പകലുള്ള വീഡിയോ അതുകൊണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. വളരെ നല്ല റോഡുകളും അണ്ടർപാസും എല്ലാമാണ് ഇവിടെയുള്ളത്. റോഡുകളൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നുകൊണ്ട്, ഈ സമയത്ത് ഭയങ്കര ചൂടാണല്ലോ, നമ്മളങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങിയില്ല. കാറിലിരുന്നുള്ള കാഴ്ചകളാണ് കൂടുതലും. ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലെ കാഴ്ചകളാണ് മനോഹരം എന്ന്. അപ്പോൾ ഞങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങി.
ഇത് കണ്ടോ എന്തൊരു ഭംഗിയാ. റോഡിലെല്ലാം നല്ല ലൈറ്റുകളുടെ അലങ്കാരം. ഓരോ ബിൽഡിങ്ങുകളും അതുപോലെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് ഈ ഭംഗി ആസ്വദിക്കൂ. ലുസൈൽ സ്ഥിതി ചെയ്യുന്ന പ്ലേസ് വെൻഡോ മോളാണിത്. അത്യധികം ആഡംബരമുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഫ്രഞ്ച് ശൈലിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഇവിടെ ഇൻ്റർനാഷണൽ ലക്ഷറി ബ്രാൻഡായ ഗൂച്ചി, ലൂയി വിറ്റോൺ, ഡയോർ, ബെർബറി മുതലായ ബ്രാൻഡിൻ്റെ ഷോപ്പുകളുണ്ട് ഈ മാളിൻ്റെ ഉള്ളിൽ. എക്സ്പെൻസീവായിട്ടുള്ള എല്ലാ ബ്രാൻഡും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ രാത്രി സമയത്ത് ഡാൻസിങ് ഫൗണ്ടൻ ലൈറ്റ് ആൻഡ് 3D ലേസർ ഷോയും ഉണ്ടാകാറുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് അത്. നിങ്ങളൊന്ന് കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ. ഞാൻ കൂടുതലും ഈ ലേസർ ഷോയും ഡാൻസിങ് ഫൗണ്ടനും ആട്ടോ കാണിക്കുന്നത്. ഞാൻ മോളിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല.
ഖത്താറ സാംസ്കാരിക പ്ലേസാണ്. ഇവിടെ കലയും സാംസ്കാരിക പരിപാടികളും ഓർമ്മപ്പെടുത്തുന്നതാണ്. ഖത്തർ എത്രത്തോളം ആഗോള സാംസ്കാരിക അന്തരീക്ഷത്തെ സ്വീകരിച്ചിരിക്കുകയാണെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ആംഫി തിയേറ്ററും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചൂടായതുകൊണ്ട് ഞാൻ കാറിലിരുന്ന് എടുത്തതാണ്, ഇറങ്ങി എടുത്തിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഖത്താറിലെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാൻ ഇതിനു മുന്നെല്ലാം പോകുമ്പോൾ ഇതിൽ നടന്നെല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. അന്ന് നല്ല ക്ലൈമറ്റുള്ള സമയമായിരുന്നു. ഇപ്പോൾ ഈ ചൂടത്തൊരു രക്ഷയില്ല. ലൂസൈൽ 1000% ഫ്യൂച്ചർ സിറ്റി ആയി തോന്നും. അവിടെ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ജീവാൻ ഐലൻഡ് സമുദ്രത്തിലെ ഒരു ആഡംബര സ്വപ്നമാണ്. ഈ ജീവാൻ ഐലൻഡിലാണ് ക്രിസ്റ്റൽ വാക്ക്വേ ഉള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, ജീവാൻ ഐലൻഡിലേക്ക്. ഇവിടെയാണ് ക്രിസ്റ്റൽ വാക്ക്വേ ഉള്ളത്.
ക്രിസ്റ്റൽ വാക്ക്വേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഔട്ട്ഡോർ എയർ കണ്ടീഷൻഡ് വാക്ക്വേ ആണ്. ഈ ക്രിസ്റ്റൽ വാക്ക്വേ ഉള്ളത് ജീവാൻ ഐലൻഡിലാണ്. ജീവാൻ ഐലൻഡ് പാർട്ട് ഓഫ് പേൾ ഐലൻഡ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ക്രിസ്റ്റൽ വാക്ക്വേ ഓപ്പൺ എയർ കണ്ടീഷൻഡ് വാക്ക്വേ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ലാർജസ്റ്റ് ഔട്ട്ഡോർ എയർ കണ്ടീഷൻഡ് മാളായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ഔട്ട്ഡോർ ഇൻ്ററാക്റ്റീവ് ലൈറ്റിംഗ് കാനോപ്പി കൂടിയുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ക്രിസ്റ്റൽ വാക്ക്വേ. നമ്മൾ നടക്കുന്ന വഴിക്കാണ് ഈ കാണുന്നത്. ഇലൂമിനേറ്റഡ് ഫ്ലോറിംഗ് ബോക്സസ് ആണ് ഈ കാണുന്നത്. ഇതാണ് കനോപ്പി, കണ്ടോ, ലൈറ്റിംഗ് കനോപ്പി. നമ്മൾ നടക്കുന്ന വഴിക്കെല്ലാം ഇതുപോലെ ഇലൂമിനേറ്റഡ് ഫ്ലോറിംഗ് ബോക്സസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റലുകളാണ് ഉള്ളത്. ഇതാ ക്രിസ്റ്റൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് ഈ കാണുന്നത്. എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ഇതിലേ നടക്കാം. നല്ല തണുപ്പ്. പുറത്താണെങ്കിൽ ഭയങ്കര ചൂട്, ഇവിടെ നല്ല തണുപ്പ്. ഇങ്ങനെ കളറ്, കാനോപ്പിയുടെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റെഡ്, ബ്ലൂ, ഗ്രീൻ എല്ലാം വരും. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, കണ്ടോ. അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ക്രിസ്റ്റലിൻ്റെ സാധനങ്ങളാണ്. ഇത് കണ്ടോ, ഓപ്പൺ എയർ, AC വരുന്നതാണ്. നല്ല തണുപ്പാണിത്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഭാഗം എടുത്തത്. ഇവിടെ ഫുഡ്, കോഫി ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് നല്ല എൻജോയ് ചെയ്യുവാണ്. ഇതാണ് വെസ്റ്റ് ബോളിവാർഡ്, വെസ്റ്റ് വാക്ക്. ഇതും ഔട്ട്ഡോർ എയർ കണ്ടീഷൻഡാണ്. ഇവിടെയും കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ AC ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇതിലെ നടക്കാനായിട്ട് പറ്റും.
ഇതാണ് ലുസൈലിലെ ക്രസൻറ്റ് ടവർ, അല്ലെങ്കിൽ കത്താറ ട്വിൻ ടവർ, അല്ലെങ്കിൽ കത്താറ ഹോസ്പിറ്റാലിറ്റി ടവർ. ഇത് ലുസൈലിലാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ 2 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട് ഓരോ ഭാഗത്തായിട്ട്. ഒരു ടവർ ഹോസ്റ്റ് ചെയ്യണ റാഫ്ലസ് ദോഹ ഹോട്ടലും മറ്റതിൽ ഫെയർമോൺ ദോഹ ഹോട്ടലുമാണ്. ആ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ നോക്കി. ഇപ്പം നമ്മൾ പോകുന്നത് ലുസൈൽ ബോളിവാഡിക്കടെയാണ്. ഇത് ശരിക്കും ഒരു ട്രൂലി മോഡേൺ ആണ്. ഏറ്റവും ആധുനികവും ഭംഗിയേറിയതുമായ റോഡുകളിലൊന്നാണ്. ഫിഫ വേൾഡ് കപ്പ് 2022 നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് രൂപകൽപ്പന ചെയ്ത റോഡാണിത്. 1.3 കിലോമീറ്റർ നീളമുള്ള വാക്ക് വേ ആണ്. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭംഗിയൊന്ന് നോക്കി, നിറച്ചും ലൈറ്റും എല്ലാമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ 1.3 കിലോമീറ്റർ നീളമുള്ള റോഡാണിത്. ഇതാണ് ലുസൈൽ സ്റ്റേഡിയം. 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോൾ അതിൻ്റെ ഫൈനൽ പ്ലേ ഹോസ്റ്റ് ചെയ്തത് ഈ സ്റ്റേഡിയത്തിലാണ്. വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത സ്റ്റേഡിയമാണിത്. ഇപ്പം നമ്മൾ പോകുന്നത് ഹമ്മദ് ഫോർട്ടിലേക്കാണ്. ഖത്തറിൻ്റെ വ്യാപാര ജീവിതം കടൽ വഴിയാക്കി മുന്നേറുന്നു. പഴയ വള്ളങ്ങൾ ഇന്നും അവിടെ കാഴ്ചവെക്കുന്നു. ഈ ഹമ്മദ് പോർട്ടിൽ ഒരു വിസിറ്റേഴ്സ് സെൻ്ററുണ്ട്. ആ വിസിറ്റേഴ്സ് സെൻ്ററിൽ അതിൻ്റെ അടുത്ത് തന്നെ പാർക്കിങ്ങും ഉണ്ട്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ അവിടുത്തെ ഇവരുടെ ഓയിലിൻ്റെ കണ്ടുപിടുത്തത്തിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡോക്യുമെൻ്ററി കാണിക്കുന്ന ഒരു 3D തിയേറ്ററുമുണ്ട്. അപ്പം ഞങ്ങളവിടെ പോയി അതെല്ലാം കണ്ടു. പിന്നെ അക്വേറിയത്തിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഖത്തറിൽ ഇതുപോലെ ഇത് വിസിറ്റർ സെൻ്ററിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഖത്തറിൽ കുറേ കാണാനായിട്ടുണ്ട്. നല്ല മ്യൂസിയം ഉണ്ട്, ലൈബ്രറി ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്. ഞാനത് ഇത്തവണ അവിടെ പോയില്ല. ഞാനാകെ 4 ദിവസത്തേക്കേ വന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഇതിന് മുന്നേ വന്നപ്പോൾ ഞാനവിടെ പോയിരുന്നു.
പക്ഷേ അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. ഇനി എപ്പോഴെങ്കിലും ഞാൻ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. അവിടുത്തെ അതുപോലെ ഖത്തറിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് സൂഖ് വാക്കിഫ്. പിന്നെ ഫനാർ മോസ്ക്, ഖത്തർ ഇസ്ലാമിക് കൾച്ചർ സെൻറ്ററിലാണ് ഈ ഫനാർ മോസ്കുള്ള. സ്പൈറൽ ഷേപ്പിലാണ്. അതിൻ്റെ ഞാൻ ഫോട്ടോ ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. പകൽ അതിൻ്റെ ഫോട്ടോ എടുത്താൽ അത്രയ്ക്കും വലിയ ഭംഗി, രാത്രി ഡീറ്റെയിൽ എടുക്കാമെന്ന് വെച്ചിട്ട് എനിക്കതിന് പറ്റിയില്ല. രാത്രി ആ സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായി. ഈ അക്വേറിയത്തിൽ നല്ല മീനുകളുണ്ട്. ഇത് ടണൽ പോലെയുള്ള അക്വേറിയാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ കണ്ടു. നല്ല മനോഹരമായ കാഴ്ചകൾ, പലതരം മത്സ്യങ്ങൾ. ഇതെല്ലാമാണ് ഖത്തറിൽ ഈ ഹമദ് പോർട്ടിലെ അക്വേറിയത്തിലെ കാഴ്ചകൾ. ഇത് കണ്ടോ, ഒരു തരം മീനിനെ, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാണാൻ നല്ല രസമുണ്ട്. അത് ഇതിലേ ഇങ്ങനെ ഇറങ്ങിപ്പോണത് കാണാനായിട്ട്. അതെല്ലാം വളരെ നല്ലതുപോലെ അവിടെ വച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സിന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ കാഴ്ചകളാണിത്. അനങ്ങൂലല്ലേ? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.